ഫാഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഓണം കളക്ഷന് വേണ്ടിയിട്ടുള്ള പർച്ചേസിംഗിലായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സ്റ്റിച്ചിങ് ആയിട്ട് പുതിയ മോഡൽ ഫ്രോക്ക് നൈറ്റീസ് ആയിട്ട് വരുന്നതാണ്. അപ്പം ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫോൺ വന്നത്. ഒന്ന് വാട്സപ്പ് നോക്കുമെന്ന്. അപ്പോൾ ഞാൻ വാട്സപ്പ് നോക്കിയപ്പോൾ ഒരു ലിങ്കാണ്. ഒരു ലിങ്ക് ഞാനതിങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ലിങ്കിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ച് നേരം കേട്ട് ലിങ്കിൽ കണ്ട ആൾ വീഡിയോ ചെയ്യുന്ന ആളെ എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങളായിട്ട് നോക്കിയപ്പോൾ എൻ്റെ വൈഫ് നടത്തുന്ന ഇൻസ്പോ ഫാഷൻ എന്ന് പറഞ്ഞ ചാനലിനെ പറ്റിയായിരുന്നു പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ ആരോപണം പോലെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യുന്നത് ഓരോരുത്തരുടെ താല്പര്യമാണ്. 12 വർഷമായിട്ട് ഞങ്ങൾ ഗാർമെൻറ്റ്സ് ഫീൽഡിലുണ്ട്. വൈഫാണത് എല്ലാ തവണയും സെലക്ട് ചെയ്യുന്നതും മോഡലുകൾ കൊണ്ടുവരുന്നതും പല കാര്യങ്ങളും. അത് പുത്തമ്പലിക്കര എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ 12 വർഷത്തെ പ്രവർത്തന പരിചയം വെച്ചിട്ട് അവൾക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. കുറേ നാളുകളായിട്ട് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം, സ്വന്തമായിട്ടൊരു മോഡൽ ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞതായിട്ട്. അപ്പം അന്നൊക്കെ നമ്മൾ ഓരോ കാരണങ്ങളാൽ ഇത് തള്ളിക്കളയും. കാരണം ഞാൻ പലതരം ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഒരു ബിസിനസ്സിൽ മാത്രം ഞാൻ അങ്ങനെ ഒരിക്കലും ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല. അപ്പോൾ പലതരം ബിസിനസ്സുകൾ ചെയ്യുന്നത് കൊണ്ട് അവളുടെ ഒരു താല്പര്യത്തിന് ഇനി അവൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. ഞാനിങ്ങനെ പലതും ചെയ്യുന്ന പോലെ തന്നെ അവൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഡിസൈനൊക്കെ കാണുമ്പോൾ അതിങ്ങനെയാണെന്നുള്ളതായിരുന്നു, അതിങ്ങനെയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെയാണ് ഈ ഇൻസ്പോ ഫാഷൻ എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ കാരണം. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്ന ബായി അദ്ദേഹം ഇവരുടെ ഷോപ്പിൽ നിന്ന് വഴക്കിട്ട് പോവുകയോ പിരിഞ്ഞു പോവുകയോ ചെയ്തിരുന്നു. അപ്പോൾ എനിക്കൊരു സലൂണുണ്ട്. ആ സലൂണിൽ എൻ്റെ സ്റ്റാഫും യു പിക്കാരാണ്. അപ്പോൾ യു പി സംസ്ഥാനക്കാരാണ്, രാജ്യക്കാരല്ല കേട്ടോ, സംസ്ഥാനക്കാരാണ്. അപ്പോൾ അവർ ഒരുമിച്ച് ഒരേയും സംസാരിക്കാൻ പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് പണി പോയി. അപ്പോൾ ഇദ്ദേഹത്തിന് പണി വേണം. അപ്പോൾ ഞാൻ ആൾറെഡി ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അത്യാവശ്യം റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ സെറ്റായി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ഇവരോട് പിള്ളേരോട് ചോദിക്കാറുണ്ട്, നമുക്ക് ഇങ്ങനെ ഗാർമെൻറ്റ്സിന് പറ്റിയ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റിന് പറ്റിയ ഒരാളെ വേണം എന്നൊക്കെ അങ്ങനെ ഇവരോട് പറയാറുണ്ട്. അപ്പോൾ അവരായിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് ഇദ്ദേഹം എന്നോട് ചോദിക്കുന്നത് ഞാൻ വന്നാൽ മതിയോ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നല്ലേ? അല്ല, ഞാൻ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും വിട്ടു, അവർക്ക് എന്നെ ആവശ്യമില്ല എന്ന് അവരിങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ എനിക്ക് ഒരു പണിക്കാരനെയാണ് ആവശ്യം. അതിപ്പോൾ നിങ്ങളായാലും ആരായാലും കുഴപ്പമില്ല എന്നെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെയാണ് പണിക്കാരുടെ കാര്യം പറയുമ്പോൾ എൻ്റെ സ്റ്റാഫായിരുന്ന ഈ പറഞ്ഞ ചാനലിൽ ഇപ്പോൾ വർക്ക് ഞങ്ങൾക്കെതിരെ ആരോപണം പറയുമ്പോൾ എൻ്റെ സ്റ്റാഫായിരുന്നൊരു ആളാണ് ഇപ്പോൾ അവരുടെ മെയിൻ സ്റ്റാഫായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വീഡിയോൻ്റെ ഇടയ്ക്ക് ഒരു കമൻറ്റ് പറയുന്നുണ്ടായിരുന്നു, പുത്തമ്പേലിക്കരയുള്ളൊരു ചേട്ടൻ എന്ന് പറഞ്ഞ അദ്ദേഹം എൻ്റെ വൈഫിൻ്റെ പേഴ്സണൽ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിൽ ഒരു ഞങ്ങളുടെ വീഡിയോയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് അതിനകത്തിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് സർക്കസുകാരുടെ ഡ്രസ്സാണോ എന്ന് ചോദിച്ചിട്ട് മദ്രാസ് ചെക്കിൻ്റെ ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ അതിന് ചോദിച്ചിരുന്നു. ഇതിനു മുമ്പ് ഒരു 8 മാസം മുമ്പ് ഞങ്ങൾ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഒരുപാട് പാടുപെടും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കമൻറ്റ് രണ്ടും ഞാൻ തെറ്റിദ്ധരിച്ചത് ഈ സ്റ്റാഫിൻ്റെ മകളായിരിക്കും എന്നാണ് പേരും കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, മോൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തീർക്കാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ കമൻറ്റുകൾ അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ എവിഡൻസായിട്ട് മൊബൈലിൽ തന്നെ ഉണ്ട്. ഇത് രണ്ടും വന്നത് ഞങ്ങളുടെ പേഴ്സണൽ മെസ്സഞ്ചറിലാണ്, അല്ലാതെ ചാനലിൻ്റെ താഴെയല്ല. അത് വേറൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസകരമായൊരു കാര്യം, അതായത് ഈ പുത്തമ്പേലിക്കരക്കാരൻ എന്ന് പറയുന്ന ആൾ എൻ്റെ കടയിൽ നിന്ന് പോയി ഇപ്പോൾ ആ ഷോപ്പിൽ മെയിൻ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ആളുടെ ഹസ്ബൻഡാണ്. പിന്നെ ഓൾമോസ്റ്റ് കമൻറ്റുകളൊക്കെ നോക്കുമ്പോൾ കാണുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ പുത്തമ്പേലിക്കരക്കാരൻ എന്ന് പറയുന്നതിന് പകരം എൻ്റെ സ്റ്റാഫിൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അതാണ് ഒന്ന് ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ഇതാണ് പറഞ്ഞതിൻ്റെ ആദ്യത്തെ മറുപടി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത വീഡിയോസ് എല്ലാം ഞങ്ങളുടെ 3 പ്ലാറ്റ്ഫോമുകളിലും കിടക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്, ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട്, യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അവിടെ എല്ലാം കയറി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നോക്കാവുന്നതാണ്. എത്ര കോപ്പി അടിച്ചിട്ടുണ്ട്, എവിടെ നിന്ന് എന്തൊക്കെ കോപ്പി അടിച്ചിട്ടുണ്ട്, എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന്. ഞങ്ങളൊരു വെറൈറ്റി ഇറക്കുന്നത് കൊണ്ടാണ്. ഞങ്ങളൊരു ചെറിയ ചാനലായിട്ട് പോലും ഞങ്ങൾക്ക് അധികം വലിയ വ്യൂവേഴ്സൊന്നുമില്ല. 10,000, 5,000,
40,000 ഒന്നുമില്ല. ചില വീഡിയോ ഒക്കെ കയറി പോകാറുണ്ടെന്നല്ലാണ്ട് ബാക്കിയൊക്കെ ഒരു ആവറേജ് വ്യൂവേഴ്സ് മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ളൂ. എന്നാൽ പോലും ഞങ്ങളുടെ ബിസിനസ്സിന് കുഴപ്പമില്ല, ബിസിനസ് നടന്നു പോകുന്നുണ്ട്. ഞങ്ങൾ പരമാവധി വെറൈറ്റി ആയിട്ടുള്ള മോഡൽ ഇറക്കാനാണ് ശ്രമിക്കാറ്. ഇൻസ്പോ ഫാഷൻ്റെ എല്ലാ മോഡലുകളും നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതുമ്പോൾ ഒരു പ്രത്യേക കയ്യൊപ്പ് ഇൻസ്പോ ഫാഷൻ്റെ അതിൻ്റെ അകത്തുണ്ടാവും. ആരും ആരോടും മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല ബിസിനസ് ചെയ്യുന്നത്. പിന്നെ ബിസിനസ്സിലൊരു മത്സരം അത് സ്വാഭാവികമാണ്. എല്ലാ ബിസിനസ്സിലും നമ്മൾ നന്നായി ചെയ്താൽ മാത്രമേ നമ്മുടെ ബിസിനസ് നന്നാവൂ. അപ്പം നമ്മൾ എത്ര എഫേർട്ട് നമ്മൾ ഇടുന്നോ ബിസിനസ്സിൽ, ആ എഫേർട്ടാണ് നമ്മളുടെ ബിസിനസ്സിൻ്റെ റിസൾട്ട്. ആ എഫേർട്ട് ഇടുന്നത് മറ്റൊരാൾക്ക് മത്സരമായി തോന്നിയാൽ അതിന് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ് മറ്റാരും ചെയ്യരുത്, അല്ലെങ്കിൽ മറ്റാരും എൻ്റെ പഞ്ചായത്തിൽ ചെയ്യരുത്, അല്ലെങ്കിൽ ഈ കേരളത്തിൽ ചെയ്യരുത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ചെയ്യരുത് എന്നൊക്കെ ഞാൻ വാശി പിടിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ നമ്മൾക്ക് ചുറ്റും എത്ര തരം കാറുകളാണ് കിടന്ന് ഓടുന്നത്, എത്ര കമ്പനിയുടെ, നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ കാർ നമ്മൾ വാങ്ങിക്കും. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മൾ വാങ്ങിക്കും. നമ്മൾ സ്വതന്ത്രരാണ്. നമ്മളെ സ്വതന്ത്ര ഇന്ത്യ രാജ്യത്ത് നമ്മളെ സംബന്ധിച്ച് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഏത് ഡ്രസ്സ് ഇടണം, ആരിൽ നിന്ന് എന്ത് വാങ്ങണം, നമുക്ക് കൺസ്യൂമർ റൈറ്റ്സ് ഉണ്ട്. വാങ്ങുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി നോക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊരിക്കലും മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് ജയിക്കാൻ വേണ്ടി മത്സരിക്കാം, മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും മത്സരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഈ വീഡിയോ ചെയ്തതിൽ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ഇത്രയും ചെറിയൊരു ചാനലിന് പറഞ്ഞ് വീഡിയോ ചെയ്തപ്പോൾ അത് ഞങ്ങൾക്ക് ഗുണമേ ചെയ്യുള്ളൂ, ദോഷം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അന്നൊരു ചെറിയ കമൻറ്റ് വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ വ്യൂവേഴ്സിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോൻ്റെ ഗ്യാപ്പിൽ കൂടെ ഒരുപാട് വ്യൂവേഴ്സ് ഞങ്ങൾക്ക് കയറി വരും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വളരെ താങ്ക്സ്. ഞങ്ങൾക്ക് ഒരു വൈരാഗ്യമില്ല ആരോടും. ഉണ്ട് എന്നുള്ള ധാരണ മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റുക. പരസ്പരം നാളെയും കാണേണ്ട മനുഷ്യരാണ്. ആർക്കും ശത്രുവല്ല. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. അതിൻ്റെ ഇടയിൽ ഈ ശത്രുത കഴിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനും ആർക്കും സമയമില്ല. അതേപോലെ തന്നെ ഈ വൈഫ് ഡ്രസ്സ് ഇട്ട് നടക്കുന്നതിനെ പറ്റിയൊരു കമൻറ്റ് വന്നെന്ന് ഈ വീഡിയോ വഴിയാണ് ഞാൻ അറിഞ്ഞത്. നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഒരു മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കലയാണ്. അത് പലർക്കും സാധിക്കില്ല. കാരണം അതിനനുസരിച്ചുള്ള അറിയാമല്ലോ, അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും വേണം. എന്നാലേ ഒരാൾക്കൊരു മോഡലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ആ മോഡലിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ രീതിയിൽ പല കാര്യങ്ങളിലും താല്പര്യമുള്ളവർ പല രീതിയിലും ആരും ഇപ്പോൾ ഇന്ന് സ്വതന്ത്രമായ ലോകമാണ്. ഭാര്യയ്ക്ക് ഭാര്യയുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ഭർത്താവിന് ഭർത്താവിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ ഭാര്യ അങ്ങനെ നടക്കുന്നതിൽ എനിക്ക് തെറ്റൊന്നും തോന്നിയിട്ടില്ല. കാരണം അവളൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് വളരെ മാന്യമായ വസ്ത്രം ധരിച്ച് മാന്യമായാണ് നടക്കുന്നത്. അത് ആ വസ്ത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പ്രേക്ഷകന്, അതായത് വ്യൂ ചെയ്യുന്നവർക്കത് കാണാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മറഞ്ഞും തിരിഞ്ഞും അല്ലെങ്കിൽ മുന്നോട്ട് നടക്കുന്നത് പിന്നോട്ട് നടക്കുന്നതും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമ്പോൾ ആ വസ്ത്രം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക. ചിലപ്പോൾ താഴേക്ക് തൂങ്ങിപ്പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോവും. അപ്പോൾ ആ വസ്ത്രത്തിൻ്റെ ബിഹേവ് എങ്ങനെയാണ് നടക്കുമ്പോൾ എന്ന് മനസ്സിലാക്കാനും തിരിഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ വസ്ത്രത്തിൻ്റെ രീതി എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നടക്കുന്നത്. പിന്നെ അത് ഒരു വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, അതിനൊക്കെ വിമർശിക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ മോശമാണ്. പിന്നെ കണ്ടൻറ്റ്, അതിൽ വേറൊരു കാര്യം കേട്ടത്, ഞാൻ ഇങ്ങനെ കുറേ കണ്ടൻറ്റുകൾ, അതായത് മെസ്സേജുകൾ കൊടുക്കാറുണ്ടെന്ന്. കണ്ടൻറ്റ് മെസ്സേജ് ഇപ്പോൾ ഞാനും ഫേസ്ബുക്കിൽ ഒരുപാട് എഴുതാവുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ വൈഫിനോട് പറയാറുണ്ട്, നീ ഈ വീഡിയോ കച്ചവടം മാത്രമായിട്ട് ചെയ്യരുത്. കച്ചവടം മാത്രമായിട്ട് ചെയ്യുന്നത് ഒരു ശരിയായ നടപടിയല്ല. നമ്മൾക്ക് ഉള്ള എന്തെങ്കിലും സംഭവിച്ച നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ച മോശം കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം അത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ഗുണം ചെയ്യും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അതേ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കച്ചവടം ചെയ്തിട്ട് വളരെയധികം മോശമായ ഒരു മാഡം ഇവിടെ വിളിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞ് എന്നോടും ആ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ബിസിനസ്സിലും നമ്മൾ വിജയിക്കണമെന്നില്ല. ഇപ്പം നമ്മളിന്ന് വിജയിച്ച് കാണുന്ന എല്ലാവരും പരാജയപ്പെടാതെ വിജയിച്ച ആൾക്കാരാണെന്നൊന്നും ഒരിക്കലും പറയാം. പല പരാജയങ്ങൾക്ക് ശേഷമായിരിക്കും അവർ വിജയം കൈവരിച്ചത്. ആ വിജയിക്കുമ്പോൾ മാത്രമേ നമ്മളവരെ കാണുന്നുള്ളൂ. പരാജയപ്പെട്ട സമയത്തൊന്നും നമ്മളവരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പരാജയത്തിൽ ബിസിനസ് പരാജയപ്പെട്ടാലും നമ്മൾ പരാജയപ്പെടരുത്. നമ്മൾ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളിപ്പോൾ ഒരു കുഴിയിൽ വീണ് കിടക്കുകയാണ്, നമുക്ക് വേറൊരു സാഹചര്യത്തിൽ നമ്മൾ നഖം കൊണ്ട് പിടിച്ച് കയറാൻ പറ്റും, നഖം കൊണ്ട് പിടിച്ച് കയറാൻ നോക്കും, കൈ കൊണ്ട് പിടിച്ച് കയറാൻ പറ്റും, കൈ കൊണ്ട്, അങ്ങനെ നമ്മൾ പരിശ്രമിച്ച് എങ്ങനെയായാലും നമ്മൾ പുറത്തെത്തും.
അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ അതിൻ്റെ പേരിൽ അതിനൊക്കെ ഇങ്ങനെ വിമർശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക. വിജയപരാജയങ്ങളുടെ ഉടമസ്ഥൻ ദൈവമാണ്. അത് കൊടുക്കേണ്ടവന് കൊടുക്കേണ്ട സമയത്ത് പരാജയം കൊടുക്കുകയാണെങ്കിൽ പരാജയം കൊടുക്കും, വിജയം കൊടുക്കുകയാണെങ്കിൽ വിജയം കൊടുക്കും. മനുഷ്യനോട് പ്രവർത്തിക്കാൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ, ഫലം തരാനത് ദൈവമാണ്. അപ്പോൾ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുക, അതിനുള്ള ഫലം ഉണ്ടാവും. പിന്നെ നമ്മൾ എൻ്റെ ഭാര്യേനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, അത് തെറ്റാണോ? അതെനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ വീഡിയോയിൽ കേട്ടതിൽ ഏറ്റവും വലിയ ഹാസ്യമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഭാര്യയുടെ വീഡിയോയ്ക്ക് താഴെ ഭർത്താവ് കമൻ്റ് ഇട്ടുന്നു. എൻ്റെ ഭാര്യ ഇത്രയും വലിയ ഫേമസ് ഒന്നും അല്ലായിരുന്നു, അവൾ ഒരു വീട്ടമ്മയായിരുന്നു. ആ വീട്ടമ്മയിൽ നിന്നൊരു ബിസിനസ്സുകാരി ആവാൻ ഞാൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആ പ്രോത്സാഹനം ഇപ്പോഴും കൊടുക്കുന്നുണ്ട്, തുടർന്നും ഉണ്ടാവും. കാരണം അവളെ ആണ് എൻ്റെ എന്താ പറയുക, എൻ്റെ സഹധർമ്മിണിയാണ്, എൻ്റെ സുഹൃത്താണ്, എൻ്റെ ജീവിതത്തിലെ എല്ലാം ആണ്. ഞങ്ങളൊക്കെ ഒരുമിച്ചാണ്, ഞങ്ങളുടെ യാത്രകളും ഒരുമിച്ചാണ്, ഞങ്ങളുടെ എല്ലാ സമയങ്ങളും. അത് പുത്തമ്പേലിക്കര ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഒരുമിച്ചാണ് എവിടെ പോയാലും വന്നാലും എന്ത് ചെയ്താലും. അപ്പം ആ ഒരു ഞങ്ങളിലുള്ള ഒരുമ അത് ദൈവം അനുഗ്രഹിച്ച് തന്നേക്കുന്നതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവം ഒരു നല്ല ജോഡിയായിട്ട് തന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇനി തുടർന്നും ഇതേപോലെയുള്ള അവസരങ്ങളുണ്ടായാൽ ഞങ്ങൾ ഇതേപോലെ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ. ആരോടും ശത്രുത കാണിക്കാൻ നമുക്ക് ആരോടും ശത്രുത കാണിക്കാൻ ടൈമില്ല, അങ്ങനെ ഒരു മനസ്സുമില്ല, താല്പര്യമില്ല. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു വെരി മച്ച്.